ലോകത്തിനു മുന്നിൽ നഗ്നരായി നിൽക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും. തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന വില്ലന്മാരുടെ പരിവേഷമാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. ഇസ്രയേലിനെതിരെ മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ആക്രമണം നടത്തിയത് അമേരിക്കയെ അറിയിച്ച ശേഷമാണെന്ന ഇറാന്റെ അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അമേരിക്കയെ പ്രതിക്കൂട്ടിൽ നിർത്തിയത്. ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതിന് പിന്നാലെ തങ്ങളാണ് മിക്ക മിസൈലുകളും ഡ്രോണുകളും തകർത്തതെന്ന് അവകാശപ്പെട്ട് അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തിയിരുന്നു. ഈ കപടമുഖമാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും സിറിയയിൽ നിന്ന് ഹൂതികളും നടത്തുന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഇതിന് മറുപടിയായാണ് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ഈ മാസം 1-ന് ഇസ്രയേൽ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇറാന്റെ ഒരു ജനറൽ ഉൾപ്പെടെ 7 സൈനികോദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചത്. 110 ബാലിസ്റ്റിക് മിസൈലുകളും 36 ക്രൂസ് മിസൈലുകളും ഡ്രോണുകളുമായി 300 ആയുധങ്ങളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തത്. ഇവയിൽ 6 മിസൈലുകളും 80 ഡ്രോണുകളും പശ്ചിമേഷ്യൻ പ്രദേശത്തുള്ള US സൈന്യവും ബ്രിട്ടീഷ് വ്യോമസേനയും ചേർന്ന് തകർത്തു. ഇറാൻ ആക്രമണത്തിന് ശേഷം അപ്രതീക്ഷിതമായ പ്രതികരണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗ് പറഞ്ഞത്. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണ കിട്ടില്ലെന്നും ഏറെക്കുറെ വ്യക്തമായിരുന്നു. പ്രസ്താവിച്ചത് സംയമന ശ്രമങ്ങളുടെ സൂചനയായാണ് കണക്കാക്കുന്നത്. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണ കിട്ടില്ലെന്നും ഏറെക്കുറെ വ്യക്തമായിരുന്നു. പ്രസ്താവിച്ചത് സംയമന ശ്രമങ്ങളുടെ സൂചനയായാണ് കണക്കാക്കുന്നത്. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൺ വ്യക്തമാക്കി. പോരാട്ടം വ്യാപിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചതായി US ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. ഇതാവാം ഇസ്രയേൽ സംയമനം പാലിക്കാൻ കാരണം. ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന് USന്റെയും ബ്രിട്ടന്റെയും പിന്തുണ ആവശ്യമാണ്. അത് നഷ്ടപ്പെടുത്താൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിന് സംരക്ഷണം നൽകുന്നത് ഈ 2 രാജ്യങ്ങൾ ചേർന്നാണ്. ഇസ്രയേലിന് മേൽ കനത്ത ആക്രമണം നടത്തിയതിനു പിന്നാലെ ആക്രമണം അവസാനിപ്പിച്ചെന്ന് വെളിപ്പെടുത്തി ഇറാൻ രംഗത്ത് വന്നിരുന്നു. ഇസ്രയേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസാണ് അറിയിച്ചത്. ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളായിരുന്നു. ദേശീയ സുരക്ഷാ മേഖലയിൽ സമാധാനവും സ്ഥിരതയും വേണം. ഇതിനായുള്ള ശ്രമങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കില്ലെന്നും റൈസ് വ്യക്തമാക്കി. ഇബ്രാഹിം റൈസിയുടെ പ്രതികരണത്തിന് പിന്നാലെ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയും സൈനിക നീക്കം അവസാനിപ്പിച്ചതായി അറിയിച്ചു. ഇസ്രയേലിനെതിരായ സൈനിക ഓപ്പറേഷൻ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചു. ഇനി ഇസ്രയേൽ പ്രതികരിച്ചാൽ മാത്രം മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തൊടുത്തുവിട്ടത്. കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ ആക്രമണത്തോട് ഇസ്രയേൽ പ്രതികരിച്ചത്. ആക്രമണത്തെ നേരിടാൻ ഇസ്രയേൽ തയ്യാറാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഇസ്രയേൽ വ്യവസായിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ തൊടുത്തത്. 20 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഡ്രോണുകൾ.